ഒരിക്കൽ കൂടി നമ്മുടെ അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ആന്ത്രപ്പോളജിയുടെ അഞ്ചാം അധ്യായത്തിലെ രണ്ടാം എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി എന്താണ്, അതിൻ്റെ വ്യത്യസ്ത മേഖലകൾ എന്താണ്, അതിൽ സംസ്കാരവുമായി എങ്ങനെയാണ് ഭാഷ ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ഭാഷയുടെ കുറേ കൂടി വിപുലമായ തലങ്ങളിലേക്ക് പോവുകയാണ്. ഭാഷ, സംസ്കാരം, സമൂഹം, ഇത്തരം സങ്കല്പങ്ങൾ, ഇത്തരം കോൺസെപ്റ്റുകൾ, ആ കോൺസെപ്റ്റിൻ്റെ കുറേ കൂടി വിപുലമായ തലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്കറിയാം, ഭാഷ എന്ന് പറയുമ്പോൾ, ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് രൂപപ്പെട്ട് വന്നത് ആകസ്മികമായിട്ടല്ല, മനുഷ്യൻ്റെ ബോധപൂർവമായ ഇടപെടൽ ഭാഗമായിട്ടാണ്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത ഭാഷകൾ, ഈ ഭാഷകൾ നമുക്കറിയാം പല കുടുംബങ്ങൾ, ഭാഷാ കുടുംബങ്ങളിലായിട്ട് ആണ് നമ്മൾ വർഗീകരിക്കുന്നത്. മലയാള ഭാഷ ഉൾപ്പെടുന്ന ദ്രാവിഡ ഭാഷാ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഭാഷ വ്യത്യസ്ത കുടുംബങ്ങളായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഭാഷകളെ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ അടിസ്ഥാനത്തിൽ കൂടി പരിശോധിക്കാം. എല്ലാ ഭാഷകൾക്കായാലും വ്യത്യസ്ത കുടുംബങ്ങളായി നമ്മൾ തിരിക്കുമ്പോൾ തന്നെ എല്ലാ ഭാഷകൾക്കും പൊതുവായി ചില സവിശേഷതകളുണ്ട്. അതിൻ്റെ ഘടനയുടെ കാര്യത്തിൽ ഒരു പൊതു സവിശേഷത കാണാൻ പറ്റും. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, ഭാഷയുടെ വ്യത്യസ്ത ഘടകങ്ങൾ, പ്രോപ്പർട്ടീസ് ഓഫ് ലാംഗ്വേജ്. നമുക്ക് ഭാഷ എന്ന് പറയുമ്പോൾ, സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സംസാര ഭാഷയിൽ ശബ്ദമാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു വാക്കുച്ചരിക്കുമ്പോൾ അതിനൊരു കൃത്യമായ ശബ്ദമുണ്ടാവും. ഈ ശബ്ദരൂപമാണ് ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഭാഷയിലെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് ശബ്ദ ഘടകമായിട്ടുള്ള സ്വനിമം അഥവാ ഫൊണീം ആണ്. സോ ദ ബേസിക് സൗണ്ട് യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ് ഈസ് നോൺ ആസ് ഫൊണീം. എന്താണ് ഫൊണീം, എന്താണ് സ്വനിമം എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് in a word, and that should make a difference in its pronunciation as well as its meaning. ഒരു ഭാഷയിൽ ഒരു പ്രത്യേക ശബ്ദം ഉപയോഗിക്കുന്നു. ആ ശബ്ദം ഉപയോഗിക്കുമ്പോൾ ആ ശബ്ദത്തിൻ്റെ ഉച്ചാരണത്തിലും അങ്ങനെ ഉച്ചരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അർത്ഥത്തിലും മറ്റൊരു ശബ്ദവുമായിട്ട് വ്യത്യാസം വരിക. അങ്ങനെയാണെങ്കിൽ അതിനൊരു സ്വനിമമായിട്ട് പറയാം. ഇപ്പോൾ കാറ്റ്, പാറ്റ്, രണ്ടിലും ടി എന്ന അക്ഷരം ട് എന്ന ശബ്ദം ഉണ്ടാക്കുന്നു. അവിടെ രണ്ടിനും ഒരേ ശബ്ദമാണ്. അപ്പോൾ അതൊരു സ്വനിമമാണ്. ട് എന്നത് ഒരു ഫൊണീമാണ്, ഒരു സ്വനിമമാണ്. വിത്ത് എന്ന് പറയുമ്പോൾ, WITH വിത്ത് എന്ന് പറയുമ്പോൾ TH എന്ന രണ്ട് അക്ഷരങ്ങൾ ചേർന്ന് ത് എന്ന ശബ്ദം ഉണ്ടാകുന്നു. അപ്പോൾ രണ്ട് അക്ഷരങ്ങളാണ്, പക്ഷെ ഒറ്റ ശബ്ദമാണ്. ഇനി ഒരേ അക്ഷരം തന്നെ പലപ്പോഴും പല ശബ്ദങ്ങൾ ഉണ്ടാക്കാം. ബട്ട്, BUT അതിൽ ബട്ട് എന്ന് പറയുമ്പോൾ യു എന്നതിൻ്റെ ശബ്ദമല്ല, PUT എന്നതിൽ യു എന്ന അക്ഷരത്തിൻ്റെ ശബ്ദം. അപ്പോൾ ഒരേ അക്ഷരത്തിന് വ്യത്യസ്ത ശബ്ദങ്ങളുണ്ടാവാം, വ്യത്യസ്ത ഫൊണീമുകളാകാം. അപ്പോൾ ഫൊണീമിൻ്റെ പ്രത്യേകത നോക്കൂ, ഒരേ സമയം ഒരക്ഷരം ഒരു ഫൊണീമാകുന്നു, ഒന്നിലധികം അക്ഷരങ്ങൾ ചേർന്ന ഫൊണീമുകളാകാം. അതുപോലെ തന്നെ ഒരക്ഷരത്തിന് വ്യത്യസ്ത ഫൊണീമുകളാകാൻ കഴിയാം. അപ്പോൾ ഇത്തരത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് ഏകദേശം 26 അക്ഷരങ്ങളേ ഉള്ളൂ, പക്ഷേ വ്യത്യസ്ത അതിലധികം ഫൊണീമുകളുള്ളതായിട്ട്, സ്വനിമങ്ങളുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഭാഷയിലെ ഡിസ്റ്റിങ്റ്റീവായ, വളരെ സവിശേഷമായ ശബ്ദരൂപമാണ് ഫൊണീം അല്ലെങ്കിൽ സ്വനിമം എന്ന് പറയുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായ ശബ്ദമാണത്. അപ്പോൾ അതാണ് ലാംഗ്വേജ്, ഭാഷയിലെ ഘടകങ്ങളിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം. ഇനി നമുക്ക് രണ്ടാമത്തെ ശബ്ദം, ഈ ഒന്നാമത്തെ ഫൊണീമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിൽ ശബ്ദമാണ്. അപ്പോൾ അതിൽ നമ്മുടെ ചുണ്ടിൻ്റെ എക്സ്പ്രഷനും ചെവിയുടെ പ്രയോഗവും, ഇത് രണ്ട് ശരീരഭാഗങ്ങൾ മാത്രമാണ് അതിൽ പ്രയോഗിക്കപ്പെടുന്നത്. അതേസമയം മറ്റ് ചില ഘടകങ്ങളായ ഗ്രാഫിയും എന്നൊക്കെ പറയുന്നതിൽ നമ്മളതിൽ കാണുക കൂടി ചെയ്യണം, അതിൻ്റെ ലിപിയും കൂടി നമുക്കതിൽ ദൃശ്യമാവുകയും കൂടി ചെയ്യണം. അപ്പോൾ ഫൊണീമിൽ നമ്മൾ ശബ്ദരൂപമായിട്ടാണ് മനസ്സിലാക്കുന്നത്. മറ്റ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് മോർഫീം അല്ലെങ്കിൽ രൂപിമം ആണ്. ഭാഷയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം മോർഫീം അല്ലെങ്കിൽ രൂപിമം. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മീനിങ്ഫുൾ സൗണ്ട്സ്. അർത്ഥവത്തായ ശബ്ദങ്ങളുടെ കോമ്പിനേഷൻ,
ഒരുമിച്ച് ചേരൽ, അതിനെയാണ് മോർഫീം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഫോണീംസ് ദാറ്റ് മേക്സ് എ മോർഫീം. അതാണ് മോർഫീം രൂപപ്പെടുന്നത് വ്യത്യസ്ത ഫോണീമുകൾ ഒരുമിച്ച് ചേർന്നിട്ടാണ്. ഇപ്പം നമ്മൾ ബാറ്റ് എന്ന് പറയുമ്പോൾ BAT ആ 3 അക്ഷരങ്ങളുടെ ശബ്ദങ്ങൾ ഒരുമിച്ച് ചേരും. അങ്ങനെ ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു അർത്ഥവത്തായ ശബ്ദമായിട്ട് മാറുന്നു. ബാറ്റ് എന്ന ഒരു അർത്ഥവത്തായ ശബ്ദമായിട്ട് മാറുന്നു. അപ്പോൾ അതൊരു മോർഫീം ആകുന്നു. ഇത്തരം മോർഫീമുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് മോർഫോളജി എന്ന പഠന മേഖലയിലാണ്. സോ മോർഫീംസ് ആർ ദ സ്റ്റഡി ഓഫ് മോർഫീം കംസ് അണ്ടർ മോർഫോളജി. പീപ്പിൾ ഡു നോട്ട് യൂഷ്വലി പോസ് ബിറ്റ്വീൻ വേർഡ്സ് അല്ലേ. പലപ്പോഴും നമ്മൾ വാക്കുകൾ ഒരു സെൻറ്റൻസ് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ വാക്കുകൾ മുറിച്ച് പറയാറില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വാക്കുകളെ വ്യവച്ഛേദിച്ച് പറയാൻ പറ്റാറില്ല. ഞാൻ ഇന്നലെ അവിടെ പോയി എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ വാക്കുകൾ എന്ന് നമ്മൾ കൃത്യമായി മുറിച്ചിട്ടല്ല പറയുന്നത്, അതിൻ്റെ ശബ്ദങ്ങളാണ് മുറിഞ്ഞു പോരുന്നത്. ഞാൻ ഇന്നലെ അങ്ങനെ ആ ശബ്ദങ്ങൾ കൃത്യമായി നമ്മൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അതൊരു സെൻറ്റൻസ്, ഒരു ഫ്ലോ ഓഫ് സൗണ്ടായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതാണ് മോർഫീമാണ് അവിടെ നമ്മൾ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നത് എന്ന് വേണം തിരിച്ചറിയാൻ. അപ്പോൾ ഒരു വാക്കിൽ നിന്നും മറ്റൊരു വാക്കിനെ നമ്മൾ എഴുതുമ്പോൾ മാത്രമാണ് മുറിച്ച് എഴുതുന്നത്. പലപ്പോഴും പറയുമ്പോൾ ഒരുമിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും മോർഫീം എന്ന് പറയുന്ന ഒരു വാക്കായിട്ടല്ല നമ്മൾ കാണേണ്ടത്, ഒരു അർത്ഥവത്തായ ശബ്ദരൂപത്തെയാണ്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ഒന്നിലധികം വാക്കുകൾ കൂട്ടിച്ചേർന്ന് മോർഫീമുകൾ ഉണ്ടാവാം. ഇപ്പോൾ ബോയ് എന്നതൊരു വാക്കാണ്, അതൊരു മോർഫീമാണ്. ISH എന്നത് മറ്റൊരു മോർഫീമാണ്. ബോയിഷ് അല്ലെങ്കിൽ ബോയിഷ്നെസ് എന്ന് പറയുന്നത് ഒരൊറ്റ വാക്കാണ്, പക്ഷേ ഒന്നിലധികം മോർഫീമുകൾ ചേർന്നതാണ്, ഒന്നിലധികം രൂപിമങ്ങൾ ചേർന്നതാണ്. അപ്പോൾ ഇങ്ങനെ മോർഫീം എന്ന് പറയുന്നതിന് അർത്ഥവത്തായ ശബ്ദരൂപമാണ്, അതൊരു വാക്ക് ആണ് എന്ന് നമുക്കൊരിക്കലും കൃത്യമായിട്ട് വ്യവച്ഛേദിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ 2 ഘടകങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. മൂന്നാമത്തത് ഭാഷയിൽ കൃത്യമായിട്ട് ഉണ്ടാവേണ്ടുന്ന, എപ്പോഴും ഏത് ഭാഷയിലും നമുക്ക് മനസ്സിലാവുന്നത് സെമാൻറ്റിക്സ് അല്ലെങ്കിൽ അർത്ഥവിജ്ഞാനീയം എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മളൊരു സെൻറ്റൻസ് പറയുന്നു, ഒരു വാചകം പറയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപത്തിൽ എഴുതുന്നു. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്കതിന് കൃത്യമായൊരു അർത്ഥം ഉണ്ടാവേണ്ടതുണ്ട്. അതിലെഴുതുന്ന അക്ഷരങ്ങൾ, അതിലെഴുതുന്ന പങ്ക്ച്വേഷൻസ്, പൂർണ്ണവിരാമം ഇടുന്നു, അല്ലെങ്കിൽ കോമ ഇടുന്നു, അല്ലെങ്കിൽ അർദ്ധവിരാമം ഇടുന്നു, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ ചില പ്രയോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിലെ വാചകങ്ങളിൽ ഇതിലൊക്കെ കൃത്യമായ അർത്ഥമുണ്ടാകുന്നു. ഈ അർത്ഥത്തെ മനസ്സിലാക്കിയെടുക്കുന്ന പഠന മേഖലയാണ് സെമാൻറ്റിക്സ് അല്ലെങ്കിൽ അർത്ഥവിജ്ഞാനീയം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഭാഷയിലും ഈ അർത്ഥവിജ്ഞാനീയവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കാറുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പം ഇതിൽ തന്നെ അർത്ഥവിജ്ഞാനം സെമാൻറ്റിക്സിൽ തന്നെ ചില വകഭേദങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമുക്കറിയാം ചില വാക്കുകളുടെ അർത്ഥങ്ങൾ കൾച്ചർ സ്പെസിഫിക്കാണ്, സംസ്കാരത്തിനനുസരിച്ചാണ് അർത്ഥങ്ങൾ നമ്മൾ നൽകുന്നത്. ഓരോ വാക്കുകളും ഓരോ സെൻറ്റൻസും നമ്മൾ പറയുമ്പോൾ അത് പറയുന്ന പ്രദേശത്തിൻ്റെ, പറയുന്ന മേഖലയുടെ ഒക്കെ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അതിന് നമ്മൾ അർത്ഥം കൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഞാൻ ഇന്നലെ അവിടെ പോയി എന്ന് പറയുന്നൊരു വാചകത്തിൽ ഞാൻ ഇന്നലെ അവിടെ പോയി എന്ന് പറയുമ്പോഴും, ഞാൻ ഇന്നലെ അവിടെ പോയി എന്ന് പറയുമ്പോഴും, ഞാൻ ഇന്നലെ അവിടെ പോയി എന്ന് പറയുമ്പോഴും, ഞാൻ ഇന്നലെ അവിടെ പോയി എന്ന് പറയുമ്പോഴും ഓരോ സെൻറ്റൻസിലും അർത്ഥ വ്യത്യാസമുണ്ട്. ഇതതിൻ്റെ ഊന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിന് അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ഇതേപോലെ സാഹചര്യത്തിനനുസരിച്ച് പലപ്പോഴും നമ്മൾ പ്രയോഗിക്കുന്ന വാചകങ്ങളിൽ അർത്ഥവ്യത്യാസം ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഈ സംസ്കാരത്തിനനുസരിച്ച് ഇത്തരം അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്ന പഠന മേഖലയെ എത്നോസെമാൻറ്റിക്സ്, വംശീയ അർത്ഥവിജ്ഞാനീയ ശാസ്ത്രം എന്ന് പറയുന്നു, അർത്ഥവിജ്ഞാനീയം എന്ന് പറയുന്നു, വംശീയ അർത്ഥവിജ്ഞാനീയം എന്ന് പറയുന്നു. അപ്പോൾ എത്നോസെമാൻറ്റിക്സിൽ പലപ്പോഴും വരുന്നത് നമ്മുടെ കിൻഷിപ്പ് ആയി ബന്ധപ്പെട്ട, രക്തബന്ധവുമായി ബന്ധപ്പെട്ട, കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചില പ്രതിഭാസങ്ങളെ വിശദീകരിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ എത്നോസെമാൻറ്റിക് ആയിട്ടുള്ള പദങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സെമാൻറ്റിക്സ് എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തും ഓരോ സാഹചര്യത്തിലും ഉപയോഗിക്കുന്ന വാചകങ്ങളുടെ, വാക്കുകളുടെയൊക്കെ അർത്ഥം ഗ്രഹിക്കുന്ന പഠന മേഖലയാണ്. അപ്പോൾ അതും ഭാഷയിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്.
നാലാമത്തെ ഘടകം സിൻറ്റാക്സ് അല്ലെങ്കിൽ വാക്യഘടനാ പഠനമാണ്. നമുക്കറിയാം ഓരോ ഭാഷയിലും വാചകങ്ങൾ, വാക്യങ്ങൾ ഒക്കെ രൂപീകരിച്ചിരിക്കുന്ന വ്യത്യസ്ത നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ മലയാളത്തിൽ ഞാൻ ഇന്നലെ അവിടെ പോയി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഐ വെൻറ്റ് ദർ യെസ്റ്റർഡേ എന്ന് പറയുന്നതും അതിൻ്റെ ഘടനയിൽ വ്യത്യാസമുണ്ട്. ഞാൻ എന്ന് ആദ്യം പറയുന്നു, ഐ എന്ന് പറയുന്നു. ഇന്നലെ എന്ന് രണ്ടാമത് പറയുന്നതിൻ്റെ യെസ്റ്റർഡേ എന്നത് അവസാനമാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഘടനയിൽ വ്യത്യാസമുണ്ട്. വാചകങ്ങൾ തമ്മിൽ, വാക്കുകൾ തമ്മിൽ പരസ്പരം യോജിപ്പിച്ചതിൻ്റെ ഘടനയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓരോ ഭാഷയ്ക്കും അതിൻ്റെ വാചകത്തിൻ്റെ ഘടനയിൽ, വാക്കുകളുടെ ഘടനയിലായാലും അതിൻ്റെ മറ്റ് കാര്യത്തിലായാലും ചില നിയമങ്ങൾ കൃത്യമായി നിലനിൽക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും. ഈ നിയമങ്ങളെക്കുറിച്ചുള്ള മനസ്സിലാക്കലാണ്, പഠനമാണ് സിൻറ്റാക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെൻറ്റൻസിൽ, ഒരു വാചകത്തിൽ ഒരു സബ്ജക്റ്റ് കർത്താവ് ആദ്യം വരണമോ അല്ലെങ്കിൽ കർത്താവ് കഴിഞ്ഞിട്ട് ഏതായിരിക്കണം വരേണ്ടത്, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിയമങ്ങളെയാണ് സിൻറ്റാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഘടകങ്ങൾ തീർച്ചയായും ഏതൊരു ഭാഷയിലും നമുക്ക് കാണാൻ പറ്റും. മനുഷ്യർ ഇതൊന്നും സ്വാഭാവികമായി രൂപപ്പെടുത്തിയതാവണമെന്നില്ല, അല്ലെങ്കിൽ ബോധപൂർവം ഇങ്ങനെ നിയമങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് രൂപപ്പെടുത്തിയാവണമെന്നില്ല. ഭാഷയുടെ ഒരു രൂപീകരണത്തിൻ്റെ ഒരു പരിണാമഘട്ടത്തിൽ പലപ്പോഴായി ഇതൊക്കെ രൂപപ്പെട്ടു വന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇത്രയും 4 ഘടകങ്ങൾ ഏതൊരു ഭാഷയിലുമുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ പ്രോപ്പർട്ടീസ് ഓഫ് ലാംഗ്വേജ് ഇൻക്ലൂഡ്സ് phoneme, that is the basic sound unit of a language, and the second one morpheme, that is ഒരു കൃത്യമായ അർത്ഥം വരുന്ന വ്യത്യസ്ത ശബ്ദരൂപങ്ങൾ. കളക്ഷൻ ഓഫ് ഫോണീംസ് ദാറ്റ് ഗിവ്സ് എ മീനിങ്ഫുൾ മീനിങ്. മൂന്നാമത്തത് സെമാൻറ്റിക്സ് അല്ലെങ്കിൽ അർത്ഥവിജ്ഞാനീയം. നാലാമത്തത് സിൻറ്റാക്സ് അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ, ഭാഷയുടെ നിയമങ്ങൾ. ഈ 4 ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ഭാഷയിൽ കൃത്യമായ ഒരു രൂപം, ഒരു ഘടന, ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഭാഷയുടെ വ്യത്യസ്ത ഘടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന പഠന മേഖലയെ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ്, ഭാഷാഘടനാ ശാസ്ത്രം എന്ന് വിളിക്കുന്നു. അപ്പോൾ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിൽ അതൊരു പ്രത്യേക പഠന മേഖലയാണ്. ആ പഠന മേഖലയിൽ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഭാഷയുടെ അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെട്ട പഠനമാണ് നടത്തുന്നത്. അതാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്, അതാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ വൺ പാർട്ട് ഓഫ് ലാംഗ്വേജ്. ഇനി നമ്മൾ ഇത്തരത്തിൽ ഭാഷയുടെ ഘടകങ്ങളൊക്കെ മനസ്സിലാക്കി, ഭാഷയുടെ സവിശേഷത മനസ്സിലാക്കി. നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, മനുഷ്യന് ഭാഷ രൂപീകരിക്കാൻ, ഭാഷ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് മനുഷ്യൻ്റേതായ സഹജമായ ചില ശാരീരിക പ്രത്യേകതകളാണ്. ഈ ശാരീരിക പ്രത്യേകതകൾ മാത്രമല്ല, നമുക്ക് എന്തുകൊണ്ട് അക്വയർ ചെയ്യാൻ പറ്റുന്നു, ഭാഷ ആർജിച്ചെടുക്കാൻ പറ്റുന്നു, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തന്നെ ആ കുഞ്ഞിന് ഇത്തരം ഏത് ഭാഷയായാലും അത് പഠിച്ചെടുക്കാനുള്ള ശേഷിയുണ്ട് എന്നതാണ്. ഇത്തരം ഒരു ഭാഗത്ത് നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ, ഭാഷയുടെ ആർജനം എന്ന മേഖലയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഭാഷ ആർജിച്ചെടുക്കുന്നത്? ഓരോ മനുഷ്യജീവിയും ഭാഷയുടെ ആർജനം, മനുഷ്യജീവിയിലും എങ്ങനെയാണ് ഭാഷയുടെ ആർജനം നടക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം സിദ്ധാന്തങ്ങൾ, കാഴ്ചപ്പാടുകളുണ്ട്. പല തരത്തിലുള്ള ആളുകൾ പല രീതിയിൽ ഭാഷയുടെ ആർജനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ വിപുലമായി അംഗീകരിക്കപ്പെട്ട, പൊതുവിൽ എല്ലാവരും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയം പ്രശസ്തനായ അമേരിക്കൻ ഭാഷാശാസ്ത്രജ്ഞൻ നോം ചോംസ്കി പറഞ്ഞിട്ടുള്ള ആശയമാണ്. നോം ചോംസ്കി ഇന്നും വളരെയേറെ പ്രസക്തമായിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വളരെ പ്രശസ്തനായ അമേരിക്കൻ ഭാഷാശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ധാരാളം ആശയങ്ങൾ നമ്മൾ പല ഘട്ടത്തിലായി പലപ്പോഴായി പരിചയപ്പെട്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എന്താണ് നോം ചോംസ്കി പറയുന്നത്? നോം ചോംസ്കി എങ്ങനെയാണ് ജനങ്ങൾ ഭാഷയുടെ ഗ്രാമർ, വ്യാകരണം ആർജിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു പഠനം നടത്തി. അദ്ദേഹം പറയുന്നു, മോസ്റ്റ് പീപ്പിൾ ആക്ച്വലി കനോട്ട് സ്റ്റേറ്റ് ദ റൂൾസ് ഓഫ് ലാംഗ്വേജ്. ഇപ്പോൾ ഒരു കുട്ടി ഒരു ഭാഷയിലെ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് പറയുന്നു, ഒരു വാചകം പറയുന്നു എങ്കിൽ അതിൻ്റെ നിയമം എന്താണ് എന്ന് നോക്കി ആയിരിക്കണമെന്നില്ല ആ കുട്ടി അത് പറയുന്നത്. അതിൻ്റെ നിയമം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാവണമെന്നില്ല ഓരോ ആളുകളും പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇതിൻ്റെ വ്യാകരണമൊക്കെ മനസ്സിലാക്കിയിട്ടല്ല. പക്ഷെ നമുക്കത് പറയാനുള്ള ശേഷിയുണ്ട്, സ്വാഭാവികമായി നമ്മൾ ആർജിച്ചെടുക്കുന്ന അത്തരം ഒരു ശേഷിയുണ്ട്. അപ്പോൾ ഈ റൂളുകളൊക്കെ, ഈ നിയമങ്ങളൊക്കെ സ്വാഭാവികമായി മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, ചോംസ്കിയുടെ അഭിപ്രായത്തിൽ, ഓൾ ചിൽഡ്രൻ അക്വയർ ദീസ് കോംപ്ലക്സ് റൂൾസ് റെഡിലി. സ്വാഭാവികമായി റെഡിയാണ്. അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ശരീരം, അവരുടെ ബ്രെയിൻ അതിന് പാകപ്പെട്ട രീതിയിലാണ്. ഓരോ കുട്ടിക്കും അവരുടെ ഇടപെടുന്ന ഭാഷ മനസ്സിലാക്കാനും പ്രയോഗിക്കാനും പറ്റുന്ന രീതിയിൽ അവരുടെ തലച്ചോറ് പാകപ്പെട്ട നിലയിലാണ് എന്നാണ് ചോംസ്കി പറയുന്നത്. They do not feel any difficulty in production any meaningful sentence or statements even though they did not learn the grammar rules. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. അവർക്ക് പലപ്പോഴും ഈ നിയമങ്ങളൊന്നും അറിയില്ലെങ്കിലും കൃത്യമായ സെൻറ്റൻസ് പറയുന്നതിന്, കൃത്യമായ അർത്ഥം മറ്റുള്ളവരിൽ ധ്വനിപ്പിക്കുന്നതിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ചോംസ്കി പ്രപ്പോസസ് the human brains are pre-wired that enables language acquisition. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം, പ്രീ വയറിംഗ് ഓഫ് ബ്രെയിൻ. അപ്പോൾ നോം ചോംസ്കി പറയുന്നു, അവർ ബ്രെയിൻ ഈസ് പ്രീ വയർഡ്. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട തലച്ചോറാണ് നമ്മുടേത്. എന്തിന് തയ്യാറാക്കപ്പെട്ടത്? ലാംഗ്വേജ് അക്വിസിഷൻ, ഭാഷ ആർജിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ മനുഷ്യർ ജനിച്ചു വീഴുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മനുഷ്യർ രൂപപ്പെട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൽ ഭാഷ ആർജിക്കാൻ പറ്റുന്ന തരത്തിൽ അതിൻ്റെ സങ്കേതങ്ങൾ രൂപപ്പെട്ട് വരുന്നു. സോ ദാറ്റ് idea he calls pre-wiring of brain. According to Noam Chomsky, all human beings are born with a brain pre-wired, and that enables him to acquire language. That enables her to acquire language. ജനിക്കുമ്പോൾ തന്നെ ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ തലച്ചോറ്, അയാളുടെ തലച്ചോറ്, അവളുടെ തലച്ചോറ് പൂർണ്ണമായും ഭാഷ ആർജിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കപ്പെടുകയും അത് ഭാഷ ആർജിക്കുന്നതിനെ അവരെ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഈ പ്രീ വയറിങ്ങിനെ അദ്ദേഹം മറ്റൊരു തരത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഗ്രാമർ. അദ്ദേഹം പറയുന്നു, ഭാഷയ്ക്ക് ഒരു പൊതുവായ സാർവത്രികമായ വ്യാകരണമാണുള്ളത്. സോ അനദർ കോൺസെപ്റ്റ് പുട്ട് ഫോർത്ത് ബൈ നോം ചോംസ്കി ഈസ് ദാറ്റ് യൂണിവേഴ്സൽ ഗ്രാമർ. എന്താണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറഞ്ഞാൽ? സാർവത്രിക വ്യാകരണം. എന്താണ് സാർവത്രിക വ്യാകരണം എന്ന് പറഞ്ഞാൽ? അദ്ദേഹം പറയുന്നു, universal grammar serves like a model. Universal grammar of human mind helps the child to acquire language and to use sentences never heard before. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കുഞ്ഞിന് ജനിച്ചു വീഴുമ്പോൾ തന്നെ ഭാഷ പ്രയോഗിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് പറഞ്ഞു. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ഇംഗ്ലണ്ടിലാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പ്രയോഗിക്കാൻ പറ്റുന്നു, കേരളത്തിലാകുമ്പോൾ മലയാള ഭാഷ പ്രയോഗിക്കാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ്? ചോംസ്കി പറയുന്നു, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ യൂണിവേഴ്സൽ ഗ്രാമർ. അതൊരു മോഡലാണ്, ഒരു മാതൃകയാണ്. എല്ലാ സ്ഥലത്തും ഏത് ഭാഷയിലായാലും ഒരു പൊതു ആയ ഭാഷാ വ്യാകരണമുണ്ട്. ആ ഭാഷാ വ്യാകരണം പൊതുവായിട്ട് മനുഷ്യന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് ഭാഷയും ഏതൊരാൾക്കും പറയാൻ പറ്റുന്നു. ആന്ത്രപ്പോളിസ് ഹാഡ് ഏർലിയർ അസ്യൂംഡ് ദാറ്റ് ലാംഗ്വേജസ് കുഡ് വേരി ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. നമുക്കറിയാം, ഭാഷ എല്ലാ സ്ഥലത്തും വ്യത്യസ്തമാണ്. പല പ്രദേശങ്ങളിൽ പലതരം ഭാഷയാണ്. എന്നാലും ഒരു ഭാഷ ആർജിക്കുന്നതിന് എല്ലാ ആളുകൾക്കും കഴിയുന്നു, അതിനുള്ള സാർവത്രികമായ വ്യാകരണം നിലനിൽക്കുന്നു എന്ന് ചോംസ്കി പറയുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ചന്ദ്രനിൽ നിന്ന് ഒരാൾ വരികയാണെന്ന് വിചാരിക്കുക. ചന്ദ്രനിൽ നിന്ന് ഒരാൾ ഭൂമിയിലേക്ക് വരികയാണ് എങ്കിൽ ആ ഭൂമിയിൽ വരുന്ന ആൾ, ചന്ദ്രനിൽ നിന്ന് വരുന്ന ഭൂമിയിലേക്ക് വരുന്ന ആൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഇത് പല ഭാഷകൾ അദ്ദേഹം കേൾക്കുകയാണെങ്കിൽ, കാണുകയാണെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കുന്നത് എല്ലാ ഭാഷകളും ഏതോ ഒരു ഭാഷയുടെ വകഭേദങ്ങളായിട്ടാണ്. അങ്ങനെ പറയാൻ കാരണം ഇതൊരു യൂണിവേഴ്സൽ ഗ്രാമറാണ് ഇതിലുള്ളത്. എല്ലാ ഭാഷയ്ക്കും ഒരേ പൊതുവായ വ്യാകരണമാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, യൂണിവേഴ്സൽ ഗ്രാമർ എന്നത് ചോംസ്കിയുടെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അദ്ദേഹം പറയുന്നു, എല്ലാ ഭാഷയ്ക്കും ഒരു പൊതുവായ ഗ്രാമറാണ്, സാർവത്രിക വ്യാകരണമാണുള്ളത്. ഈ ആശയം ആണ് ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ചോംസ്കിയുടെ ആശയം, ഒന്ന് പ്രീ വയറിംഗ് ഓഫ് ബ്രെയിൻ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ്. അതുപോലെ എല്ലാ ഭാഷയ്ക്കും ഒരേ വ്യാകരണമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഏത് ഭാഷയും സംസാരിക്കാൻ കഴിയും. നോം ചോംസ്കി, അമേരിക്കൻ ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള നോം ചോംസ്കി എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നു, എല്ലാ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു തലച്ചോറുണ്ട്. ആ തലച്ചോറ് എന്തിനു സാധിക്കുന്നു? ആ തലച്ചോറുള്ളത് കൊണ്ട് ഏത് ഭാഷയും ആർജിക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ പ്രീ വയർഡ് ബ്രെയിൻ എന്നത് മനുഷ്യന് ഭാഷ ആർജിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്.
രണ്ടാമത്, എല്ലാ ഭാഷയ്ക്കും സാർവത്രികമായി ഒരേ വ്യാകരണമാണുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിലുള്ള ബുദ്ധിമുട്ടില്ല. ഒരു ഭാഷ മറ്റൊരു ഭാഷയിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമാകുമ്പോഴാണ് ഭാഷ മനസ്സിലാക്കുന്നതിൽ പ്രയാസം ഉണ്ടാവുക. നമ്മളെങ്ങനെയാണ് ഭാഷ മനസ്സിലാക്കുന്നത്? നമ്മൾ കുടുംബത്തിൽ നിന്ന് പറയുന്നത് കേൾക്കുന്നു, ആളുകൾ പറയുന്നത് കേൾക്കുന്നു, കൂട്ടുകാരൊക്കെ പറയുന്നത് കേട്ടിട്ടൊക്കെയാണല്ലേ. അപ്പോൾ അങ്ങനെ കേൾക്കുന്നതിൽ എല്ലാ ഭാഷയ്ക്കും ഒരു പൊതു സ്വഭാവമാണുള്ളതെങ്കിൽ ഏത് ഭാഷയും പഠിക്കാൻ പറ്റും. അപ്പോൾ ചോംസ്കി ബിലീവ്സ് ദാറ്റ് ദ ഹ്യൂമൻ ബ്രെയിൻ കണ്ടെയ്ൻസ് ജനറ്റിക്കലി പ്രോഗ്രാംഡ് ബ്ലൂ പ്രിൻറ്റ്സ് ഓർ മൊഡ്യൂൾസ് ഫോർ ലാംഗ്വേജ് ലേണിംഗ്. ജനിതകപരമായി തന്നെ തയ്യാറാക്കപ്പെടുന്ന ഒരു മൊഡ്യൂൾ, ഒരു ബ്ലൂ പ്രിൻ്റ് ഭാഷാ പഠനത്തിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതാണ് ഇറ്റ് എനേബിൾസ് ചിൽഡ്രൻ ടു ലേൺ ലാംഗ്വേജ് ആസ് പാർട്ട് ഓഫ് ഹിസ് ഹെർ ഗ്രോത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഭാഗമായി തന്നെ അതുകൊണ്ട് ഈ ജനറ്റിക് പ്രീ പ്രോഗ്രാംഡ് ബ്ലൂ പ്രിൻ്റ് നിലനിൽക്കുന്നുകൊണ്ട് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കുഞ്ഞിന് ഭാഷ ആർജിക്കാൻ കഴിയുന്നു എന്ന് അദ്ദേഹം പറയുന്നു. Human language appears in greatest diversity, but Chomsky opines that they are more alike than different. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞു, യൂണിവേഴ്സൽ ഗ്രാമർ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഭാഷകൾ വളരെ വ്യത്യസ്തമാണെങ്കിൽ പോലും എല്ലാ ഭാഷകളും ഒരേപോലെ നമുക്ക് തോന്നും എന്നുള്ളത് അദ്ദേഹം പറയുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നു, അതോടൊപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഏത് ഒരു ആളുടെ വളർച്ചയിലും ഏതൊരു കുഞ്ഞിൻ്റെ വളർച്ചയിലും ദർ ഇസ് എ ക്രിട്ടിക്കൽ പീരീഡ്, ഒരു ക്രിട്ടിക്കലായ വളരെ നിർണായകമായ ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം അദ്ദേഹം പറയുന്നത് ഒരു ടീനേജ് പീരീഡാണ്. ഒരു പ്യൂബർട്ടി പീരീഡ് മുതൽ, ഒരു ചെറിയ കുഞ്ഞ് ആയി വരുന്നത് മുതൽ ഒരു ടീനേജിൻ്റെ അവസാന ഘട്ടം വരെയുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കൃത്യമായി ഭാഷ ആർജിച്ചിരിക്കണം. ഏത് ഭാഷയും ആ കാലഘട്ടത്തിൽ കുട്ടി ആർജിച്ചിരിക്കണം. അങ്ങനെ ആർജിച്ചില്ലെങ്കിൽ പിന്നീട് ആ ഭാഷ ആർജിക്കുന്നതിൽ ആ കുഞ്ഞിന് ചില പ്രയാസങ്ങളുണ്ടാവാം എന്ന് ചോംസ്കി പറയുന്നുണ്ട്. അപ്പോൾ ഭാഷ ആർജിക്കാനല്ല, എല്ലാ തരത്തിലും, രണ്ട് തരത്തിലുള്ള, ഒന്ന് ശാരീരികമായ തലച്ചോറിൻ്റെതായ ഒരു രൂപകൽപ്പനയുണ്ട്, മറ്റൊന്ന് ഭാഷയുടെ സവിശേഷത അതിനനുസരിച്ച് രൂപപ്പെട്ടതാണ്. ഇത് രണ്ടും നമ്മളെ ഭാഷാർജനത്തിന് സഹായിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യർക്കും ഏത് ഭാഷയും ആർജിക്കാൻ കഴിയുന്നത് എന്ന് നോം ചോംസ്കി അഭിപ്രായപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ ഭാഷയുടെ ഘടകങ്ങൾ പരിശോധിച്ചു, പ്രോപ്പർട്ടീസ് ഓഫ് ലാംഗ്വേജ്, ഏതൊക്കെ ഭാഷാ ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു ഭാഷയാകുന്നത് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇതിലപ്പുറം ചില ഘടകങ്ങളുണ്ട്, സെമിയോട്ടിക്സ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഭാഷയിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഉള്ള 4 ഘടകങ്ങളുടെ ചേരുമ്പോഴാണ് 4 ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു ഭാഷയിൽ നമുക്ക് കൃത്യമായി ആശയവിനിമയവും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത് നമ്മളിന്ന് പറഞ്ഞത് എങ്ങനെ ഭാഷാർജനത്തിന് നമ്മളെ സഹായിക്കുന്ന ഘടകം, ഒന്ന് നമ്മുടെ രൂപകൽപ്പന, ബ്രെയിനിൻ്റെ രൂപകൽപ്പന, മറ്റൊന്ന് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന ചോംസ്കി വിശേഷിപ്പിക്കുന്ന പൊതുവായ ഭാഷാ സവിശേഷത. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ആളുകളിലും ആദ്യഘട്ടത്തിൽ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഒരു FOXP2 എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ടായിരുന്നു ഭാഷാ ആർജനത്തിന് സഹായിക്കുന്ന തരത്തിൽ മനുഷ്യനിലാകെ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീടാണ്, പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണ് പിന്നീടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അതിനേക്കാൾ പ്രധാനം ഇത് പരിണാമത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ ആർജിച്ച ചില സവിശേഷതകളിലൂടെയാണ്, തലച്ചോറിൻ്റെയൊക്കെ സവിശേഷതകളിലൂടെയാണ് നമ്മൾ ഈ നിലയിൽ ഭാഷാർജനത്തിന് സഹായിക്കുന്ന രീതിയിലേക്ക് എത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ഭാഷയ്ക്കും ഒരു പൊതു ഘടനയുണ്ട്, എല്ലാ ഭാഷയ്ക്കും ചോംസ്കി പറയുന്ന ഒരു പൊതു വ്യാകരണമുണ്ട്, ഏതൊരു ഭാഷയും ആർജിച്ചെടുക്കാൻ മനുഷ്യന് സഹായകമാവുന്ന തലച്ചോറുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വൈജാത്യം? എന്തുകൊണ്ടാണ് പല ഭാഷാ കുടുംബങ്ങളുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയധികം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ഭാഷയിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ് മറ്റൊരു ഭാഷ എന്ന് നമുക്ക് തോന്നും? എന്തുകൊണ്ടായിരിക്കും അത്? എന്ത് സാഹചര്യമാണ് ഇത്തരത്തിൽ ഭാഷാ വ്യത്യാസത്തിലേക്ക് നയിച്ചത്? ആളുകൾ വ്യത്യസ്ത രീതിയിലുള്ള ഭാഷ സംസാരിക്കുന്നതിനും രൂപീകരിക്കുന്നതിനൊക്കെ ഇടയാക്കിയിട്ടുണ്ടാകുക. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുക, ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. പലപ്പോഴും മനുഷ്യൻ്റെ സംസ്കാരത്തിനനുസരിച്ച്, സാമൂഹിക ഘടനയ്ക്കനുസരിച്ച്, സമൂഹത്തിലെ ഇടപെടലുകൾക്ക് അനുസരിച്ച് ഭാഷയിലും പ്രയോഗത്തിലും രൂപകൽപ്പനയിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവാം. അതിൻ്റെ വിശദമായ ആലോചനകൾ നിങ്ങൾ നടത്തണം. ഭാഷാ മേഖല എന്ന് പറയുന്നത് വിശദമായി പഠിക്കാനുള്ളൊരു മേഖലയാണ്. നമുക്ക് കൂടുതൽ ഓരോ ഭാഷയെക്കുറിച്ച് മാത്രമല്ല, ഭാഷ എന്ന സങ്കല്പത്തെക്കുറിച്ച് തന്നെ ധാരാളം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതിന് കൂടുതൽ അറിവുകൾ തേടി നിങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് പോകണം. അതോടൊപ്പം നമ്മുടെ ഈ മേഖലയിൽ നിങ്ങളുടെ അധ്യാപകരുമായി ഇടപെട്ട് കൂടുതൽ സംശയ നിവാരണങ്ങൾ വരുത്തി മുന്നോട്ട് പോകണം. എല്ലാവരും ഈ അധ്യായത്തിൻ്റെ
കൃത്യമായി കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കുക. എല്ലാവർക്കും നമസ്കാരം.